വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് നല്ലൊരു ചിക്കൻ തോരൻ ഉണ്ടാക്കാവേ. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് ചിക്കൻ റോസ്റ്റ് അല്ലേ, ചിക്കൻ കറി അല്ലെങ്കിൽ ബട്ടർ ചിക്കൻ, ചില്ലി ചിക്കൻ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അല്ലേ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കാവേ. അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണേ. ഒരു സവോള ഞാൻ അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞേക്കുവാണേ. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, അതും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. ഈ കൊത്തിപ്പൊടി ചരിയാന്ന് പറയുമല്ലോ. പിന്നെ ഒരു 5-6 ചുവന്നുള്ളിയാണേ. പിന്നെ വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളി, അതും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ്. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കാന്താരിയാണേ. അതായത് പച്ചമുളകിന് പകരം ഞാനിവിടെ കാന്താരി എടുത്തു, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു നല്ലൊരു കപ്പ് തേങ്ങയുണ്ടേ. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണേ. ഇപ്പോൾ ഇവിടെ ഞാൻ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്വല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി അതിൻ്റെ ആ ഫ്ലേവർ ആ എണ്ണയ്ക്കകത്തൊന്ന് ഇറങ്ങണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഇഞ്ചി, പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇതിനകത്തൊന്ന് വഴന്ന് വരണേ. ഇതിൻ്റെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഫ്ലേവർ എന്നിട്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടുവേ. ഈ കാന്താരി ഞാൻ ചതച്ച് വെച്ചു, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിനകത്തിപ്പം നമ്മൾ റെഡ് ചില്ലി ഒന്നും ചേർക്കുന്നില്ല. ഈ ചില്ലി ഫ്ലേക്സ്, കാന്താരി അല്ലേ പച്ചമുളക്, നിങ്ങളുടെ ഈ പച്ചമുളകേ ഉള്ളെങ്കിൽ പച്ചമുളക് ഇടാവേ. പിന്നെ ഈ പെപ്പർ പൗഡർ, അതിൻ്റെ എരിവാണ് ഇതിനകത്ത് വരുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നല്ലോ. ഇനി നമുക്ക് ഈ സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയേക്കണം. ഇതങ്ങ് ബ്രൗൺ കളറൊന്നും ആകേണ്ട കാര്യമില്ല കേട്ടോ. ശരിക്കൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്യാം. കാരണം ഈ മഞ്ഞൾപ്പൊടിക്കൊരു കുത്തൽ പോലെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഈ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയി കിട്ടണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. കുറേശ്ശെ ഉപ്പിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, വേണമെങ്കിൽ പിന്നെ രണ്ടാമതിടാമല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ആഡ് ചെയ്യാവേ. കുരുമുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്. എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ നോർമൽ എരിവാണേ. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണേ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ആ എണ്ണ ഒഴിച്ചതിനകത്ത് കിടന്നൊന്ന് ഫ്രൈ ആകണം. ഇത് ഈ ചിക്കനകത്തൊന്നും ഞാനിപ്പം വെള്ളമൊന്നും ഇപ്പം ഒഴിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുവേ. ഇപ്പോൾ കറിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്വല്പം തേങ്ങാപ്പാൽ അല്ലെങ്കിൽ സ്വല്പം വെള്ളം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ചെയ്യും. ഇതിനകത്തിപ്പം ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ, തോരനല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. 2 മിനിറ്റ് ഓയിലിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആകണം. ഇതിനകത്ത് കോക്കനട്ട് ഓയിലേ ഒഴിക്കാവുള്ളൂ കേട്ടോ, അല്ലാതെ മറ്റേ സൺഫ്ലവർ ഓയിലൊന്നും ഈ തോരൻ ഒഴിക്കരുത്. ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ. ഈ സമയത്ത് ഉപ്പൊന്ന് ചെറുതായിട്ട് നോക്കിയേക്കണേ. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവേ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ അടച്ച് വെച്ചിട്ടൊരു 3 മിനിറ്റായി. ഇതിനകത്തുനിന്ന് തന്നെ ഉള്ള വെള്ളമാണ് ഇത്. ഇനി നമുക്കുണ്ടല്ലോ, ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് സിമ്മിലേക്ക് മാറ്റിയേക്കണേ. സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിനി അടച്ച് വെച്ച് വേവിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയമേ. ഇപ്പം ഞാൻ സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ആ ചെറിയ തീ കിടന്ന് ചിക്കൻ ഒന്ന് വേവണേ. നമ്മളിതിവിടെ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റായേ. വെള്ളമൊക്കെ ശരിക്കും വറ്റിയിട്ടുണ്ട്. നമ്മൾ സിമ്മിലാണ് വെച്ചേക്കുന്ന ഫ്ലെയിം കേട്ടോ. ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുതേ. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ ചിക്കനകത്തുനിന്ന് നമുക്ക് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, ആ വെള്ളത്തിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. ഇതുവരെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് വെന്തോന്നൊന്ന് നോക്കണേ. കുറച്ച് നേരം കൂടെ കിടക്കണം. ഇതിപ്പം നമ്മൾ മൊത്തം ഇപ്പോൾ 13 മിനിറ്റ് ആയിട്ടുണ്ട്. 3 മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലും പിന്നെ 10 മിനിറ്റ് സിമ്മിലുമാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണേ. തേങ്ങ ചേർക്കുന്ന ഉടനെ അങ്ങ് ഇളക്കാൻ പോകരുത്. അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇട്ടേക്കണം. ഒന്ന് മേളിലേക്ക് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണേ. ഇപ്പോഴും നമ്മൾ സിമ്മിൽ തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമ്മളുണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒന്ന് ചേർക്കുക. കാരണം ഇതിനകത്ത് വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഒരു
5-6 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് ആ സിമ്മിൽ തന്നെ കിടക്കണേ. അപ്പോഴത്തേന് നമ്മളിപ്പോൾ ഒഴിച്ച ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ കിടന്ന് തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്കാവുകയെ. എന്നിട്ട് ഒരു 6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇത് ഇവിടെ അടച്ചു വെച്ചിട്ടൊരു 6 മിനിറ്റായേ. വെള്ളമൊക്കെ നമ്മൾ നേരത്തെ ഒരു 2-3 സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തില്ലേ, അതെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുത്താൽ മതി. മൊത്തത്തിൽ ഒരു 20 മിനിറ്റ് വേണം കേട്ടോ ഇത് കുക്കായി കിട്ടാൻ. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണേ. 1/2 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് നിർത്താം. സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയാൽ മതി. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ 10 മിനിറ്റ് അങ്ങ് അടച്ചു വെക്കണം സിമ്മിൽ. പക്ഷെ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് നിർത്തിയേക്കാവേ. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല രസം, അല്ലെങ്കിൽ മുരുകാച്ചിയത്, കുമ്പളങ്ങ പുളിശ്ശേരി, നല്ല സാലഡ്, അല്ലെങ്കിൽ ക്യാബേജ് തോരനൊക്കെ ഇല്ലേ. പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഫ്രൈ ഐറ്റമായിട്ട് ഇതും ഒരു സാലഡും അല്ലെങ്കിൽ ഒരു ദാൽ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ല ചേർച്ചയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്